ഞാൻ ജാൻസി ജോർജ്, കോട്ടയം ജില്ലയിൽ നിന്നും വരുന്നു. എൻ്റെ യാത്രാ സൗകര്യം തീരെ കുറവായ സ്ഥലമാണ് എൻ്റേത്. ഈശോയുടെയും മാതാവിൻ്റെ അത്ഭുതകരമായ ശക്തമായ സംരക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അതുപോലെ 2019 മാർച്ച് 27 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ അൽത്താരയിൽ കയറിയുള്ള രണ്ടാമത്തെ സാക്ഷ്യമാണിത്. 16ാമത്തെ പുതുക്കൽ കഴിഞ്ഞു. അതുപോലെ ഞാൻ ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായ കാര്യങ്ങളാണ് മാധവ് എനിക്ക് ചെയ്തു തരുന്നത്. ഇപ്പോൾ സാക്ഷ്യം പറയാൻ 2 ആധാരങ്ങൾ നടന്നതിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മാധവ് എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് അറിയിക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതായത് ഭർത്തൃപിതാവിൻ്റെ പേരിലുള്ള 54 സെൻറ്റ് സ്ഥലം ഒരു 8 വർഷം മുമ്പ് തരാമെന്ന് പറഞ്ഞാൽ അന്ന് ഒത്തിരി തടസ്സങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ ആ ശ്രമം വീണ്ടും തീർത്ത് ഉപേക്ഷിച്ചായിരുന്നു. വീണ്ടും ഭർത്തൃപിതാവ് 2024 ഓഗസ്റ്റ് 5 മരിച്ചപ്പോൾ സഹോദരൻ എല്ലാവരും കൂടി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടലില്ലാതെ ഇതൊന്നും നടക്കാൻ പോണില്ല. അതുപോലെ ഇതിൻ്റെ കാര്യത്തിനായിട്ട് മകൻ ഒരു ആധാരക്കാരനെ സമീപിച്ചപ്പോൾ കേട്ട വ്യവസ്ഥ കേട്ടപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഇത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിൽ ശരണം അർപ്പിച്ചുകൊണ്ട് ആദ്യമേ ഞാൻ മാതാവിനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യമേ പറഞ്ഞു പവർ ഓഫ് അറ്റോർണി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് 2 പേര് വിദേശത്തും ഒരാൾ ആന്ധ്രാപ്രദേശിലുമാണ്. അപ്പോൾ ആദ്യത്തെ 2 പേര് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോയായിരുന്നു. അപ്പോൾ ഒരാഴ്ച പെങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പവർ ഓഫ് അറ്റോർണി എടുത്തത്. അതുകൂടാണ്ട് ഇതിൻ്റെ കാര്യത്തിനായിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് ഇരുന്ന് സ്ട്രിക്റ്റായിട്ടുള്ളൊരു വലിയ ഓഫീസറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് തടസ്സമൊന്ന് മാറ്റിത്തരണമെന്ന്. എന്തായാലും ഞാൻ ഫാമിലി മെമ്പർഷിപ്പ് നടത്താൻ ചെന്നപ്പോൾ ഞാൻ നിനക്ക് മുമ്പ് ഒരു ദൂതനെ അയക്കുമെന്ന് പറഞ്ഞ രീതിക്ക് ആ വില്ലേജ് ഓഫീസറെ മാറ്റിയിട്ട് ഒരു കരുണയുള്ള വില്ലേജ് ഓഫീസറെയാണ് ആക്കിയത്. അപ്പോൾ ഈ വില്ലേജ് ഫാമിലി മെമ്പർഷിപ്പിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ സഹോദരങ്ങളുടെ ഭർത്തൃസഹോദരങ്ങളുടെ കാര്യങ്ങൾക്ക് അവർ എല്ലാവരും വില്ലേജ് ഓഫീസിൽ വരണമെന്നാണ്. പക്ഷേ ഇവർക്കെല്ലാം പല വിധത്തിലുള്ള അസുഖങ്ങൾ കാരണം അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം പോലെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു നാട്ടിലുള്ള 2 പേര് വന്നാൽ മതി. ഞാൻ പറഞ്ഞു അതിലൊരാൾക്ക് അസുഖമുള്ള ആളാണ്, യാത്ര ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞു അപേക്ഷ ഫോം കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ട് പൂരിപ്പിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടൊപ്പം തന്നെ ഈ ഫാമിലി മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിനായാലും ശരി, അത് ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഡേറ്റ് പറഞ്ഞത് മാതാവാണ്. ആ ഡേറ്റ് എല്ലാവർക്കും സൗകര്യപ്രദമായിരുന്നു. അങ്ങനെ ഫാമിലി മെമ്പർഷിപ്പ് സഹോദരൻ്റെ ആയിട്ടുള്ള ഫാമിലി മെമ്പർഷിപ്പ് നടന്നു. അതുപോലെ ആധാരമായാലും 2 പ്രാവശ്യമായിട്ടാണ് നടന്നത്. അതും 2 പേര് വിദേശത്തുള്ളവരുടെ ഇത് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യത്തെ 5 പേരുടെ ആദ്യം നടത്തി. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഓഗസ്റ്റ് മുമ്പായിട്ട് എനിക്ക് 2 വിദേശത്തുള്ള സഹോദരങ്ങളുടെ ആധാരം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരാൾ ജനുവരി 15 വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ സഹോദരനോടും ചോദിച്ചു ആ സമയത്ത് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ജനുവരി 16 ആ ആധാരവും നടന്നു. അതുപോലെ പിന്നെയുള്ളത് എൻ്റെ കുടുംബത്തിൻ്റെ ആധാരമായിരുന്നു. അത് ഇതുപോലെ മക്കൾക്കെല്ലാവർക്കും വരാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല ഫാമിലി മെമ്പർഷിപ്പിൻ്റെ സമയത്ത്. അന്നേരവും അദ്ദേഹം പറഞ്ഞു വീട്ടിലുള്ള മകൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ആ ആധാരം നടന്നത്. അതുപോലെ ഈ ആധാരത്തിന് മുമ്പായിട്ട് ഒരു തണ്ടപ്പേർ അക്കൗണ്ടെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ചെന്നപ്പോൾ ബുക്കിനകത്ത് ആധാരത്തിൻ്റെ കടബാധ്യത 2019 എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാങ്കിൻ്റെ ബ്രാഞ്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും അത് ഞങ്ങളുടെ ഭർത്താവിൻ്റെ പാസ്ബുക്ക് ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പം ഇവർ പാസ്ബുക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ചു. എന്തായാലും അവിടെയും മാതാവ് കയറി ശക്തമായിട്ടുള്ള ഇടപെടൽ നടന്നുകൊണ്ടാണ് ആധാരത്തിൻ്റെ 2 ദിവസം മുമ്പേ ആ ആധാരവും നടന്നത്. അതുപോലെ ഞാൻ ആഗ്രഹിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് ചെയ്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ബസ്സിലും പത്രം പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് ബസ്സിലും കവലകളിലും സ്ഥാപനങ്ങളിലുമാണ്.
അതുപോലെ ഹിന്ദു മേഖലകളിൽ പത്രം കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഹിന്ദുക്കളായിട്ടുള്ളവർ ഒത്തിരി പേര് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തെന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ ഒരു കുറഞ്ഞൊരു 100 പേരെങ്കിലും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൽ കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് ഹെബ്രായ 13:16 വചനം അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്കുള്ള പങ്കുവയ്ക്കരുത്, ഉപേക്ഷപ്പെടുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിൻ്റെ പ്രീതികരമാണ്. അപ്പോൾ എനിക്കുള്ളത് ഞാൻ പങ്കുവയ്ക്കുകയാണ് ചെയ്തത് മറ്റുള്ളവരായിട്ട്. അതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റ് പള്ളിയിൽ നിന്ന് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ എല്ലാം കൊടുത്തു വിടും. അതുപോലെ പാവങ്ങളായിട്ടുള്ളവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ആവശ്യമുള്ള കാശും എന്താ ചെയ്യേണ്ടത്, പിന്നെ ഭക്ഷണമെങ്കിൽ ഭക്ഷണം, വസ്ത്രങ്ങളൊക്കെ ഞാൻ പങ്ക് കൊടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് കാശും ആയിട്ട് മാത്രമല്ല, നമുക്ക് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട പിന്നെ പ്രധാനമായിട്ടും കാത്, കണ്ണ്, നാക്കുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. നല്ലത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ അവരെ അറിയിക്കാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ ഇത്രയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ആ മാതാവിന് തിരുക്കുവാൻ ഞാൻ ഒത്തിരി കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ജാൻസി ജോർജ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും ശ്രദ്ധേയമായ ശ്രമകരമായ ഒരു കാര്യത്തെ പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിച്ച് നൽകിയതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. 16 തവണ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിതം നയിക്കുന്ന ഒരു സഹോദരിയാണ്. തൻ്റെ എല്ലാ ക്ലേശാവസ്ഥകളിലും ദുരിതങ്ങളിലും വിട്ടുമാറാതെ അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടുകയും അമ്മയിൽ മാത്രം ശരണം വെച്ച് ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടു. ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവച്ചത് ഭർത്താവിൻ്റെ പിതാവിൽ നിന്ന് ലഭിക്കുവാനുള്ള സ്ഥലമായിരുന്നു. അത് ഏറെ നാളായി ലഭിക്കാതെ വിഷമിച്ചിരുന്നു. അത് ഭർത്താവിൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം കൊടുക്കുവാൻ വേണ്ടി തീരുമാനമാകുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ദേശങ്ങളിലായി അത് വേഗത്തിലത് ആ ഫാമിലി മെമ്പർഷിപ്പ് അവരെല്ലാവരും ഒരുമിച്ച് എഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. വില്ലേജ് ഓഫീസിൽ അവിടെ കണിശമായതുകൊണ്ട് എല്ലാവരും എത്തണമെന്ന നിർബന്ധം പിടിക്കുകയും ചെയ്തു. അതാണ് സഹോദരി പറഞ്ഞത്, അമ്മയുടെ കരങ്ങളിലാണ് ഞാൻ ആ നിയോഗം ഏൽപ്പിച്ചത്. ഒരു ദൂതനെ അയച്ച് വേണ്ട ക്രമീകരണം ചെയ്തു തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഏതൊരു ഭാരത്തെയും ലഘൂകരിക്കുന്നതാണ് മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകത. നമ്മൾ അതിൻ്റെ കണ്ടൻസ് എപ്പോഴും നമുക്ക് ശ്രദ്ധയോടെ കാണാനാവും. അത് ഭാരങ്ങളെല്ലാം ലഘൂകരിച്ച് തരും, ലൈറ്റ് വെയ്റ്റനിങ് ആക്കി തരും. ഹെവിയായിട്ട് എന്തുണ്ടെങ്കിലും അതിനെ നമുക്ക് മാറ്റിത്തരുവാനുള്ള വഴി അമ്മ മാതാവ് ഒരുക്കിത്തരും. സഹോദരി പറയുന്നുണ്ട്, അവിടെ ഓഫീസിൽ ഉദ്യോഗസ്ഥർ മാറി വന്നു. അദ്ദേഹം കരുണയോടുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ചു. എന്നിട്ട് 2 പേരാണ് ആകെ നാട്ടിലുള്ളത്, 7 പേരാണ് എല്ലാം കൂടി ഒപ്പിട്ട് വരേണ്ടത്. 2 പേർ നാട്ടിലുണ്ട് എങ്കിൽ അവർ 2 പേരെ കൊണ്ടുവരാൻ പറയുന്നു. അതിലൊരാൾ രോഗിയായി കിടപ്പിലാണ് എങ്കിൽ മിച്ചമുള്ള ഒരാളെ കൊണ്ടുവരാൻ പറയുന്നു. അദ്ദേഹം വന്ന് കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കുമ്പോൾ ബാക്കി ആരുടെയും സാന്നിധ്യമില്ലാതെ ആ ഓഫീസ് വരെ എത്താതെ ആ കാര്യം സഹോദരിക്ക് അനുവദിച്ച് കിട്ടുന്നു. അത്ര എളുപ്പമുള്ളതല്ല, സാധാരണ ഓഫീസുകളിൽ നടക്കുന്നതുമല്ല. അതാണ് സഹോദരി പറയുക, എൻ്റെ അമ്മയുടെ കരങ്ങളിൽ ഞാനത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് അസാധ്യമെന്ന് കരുതുന്നത്, വളരെ ഭാരപ്പെട്ടത്, ഒരിക്കലും നടക്കില്ലെന്ന് കരുതുന്നത് നിസ്സാരമായിട്ട് അവിടെ ദൂതനെ അയച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് വ്യക്തിയെപ്പോലും മാറ്റിത്തന്നുകൊണ്ട് എനിക്കത് അനുവദിച്ചു തന്നുവെന്ന്. രണ്ടാമത്തത്, ഇതുപോലെ തന്നെ ആധാരം നടത്തുന്നതിനും എല്ലാവരുടെയും സാന്നിധ്യം വേണം, അവരുടെ അക്നോളജ്മെൻറ്റ് വേണം. അതാണ് 3 പേരുടെ പവർ ഓഫ് അറ്റോണിയുടെ കാര്യം സഹോദരി സൂചിപ്പിച്ചത്. അവിടെയും തീരുമാനം സഹോദരിയുടേതല്ല, മാതാവിൻ്റെതാണ്. മാതാവിനോടാണ് പ്രാർത്ഥിച്ച് തീയതി ചോദിക്കുക. ആധാരം നടത്തുവാനായിട്ട് അമ്മ ഒരു തീയതി നിശ്ചയിച്ച് തരുവാൻ.
അമ്മ മാതാവ് പ്രാർത്ഥനയിൽ കൊടുക്കുന്ന തീയതി എല്ലാവരോടും പറയുന്നു, അതെല്ലാവരും അംഗീകരിക്കുന്നു. അങ്ങനെ വളരെ വർഷങ്ങൾ 10-25 വർഷത്തിലേറെയായി ഇതൊന്ന് ശരിയാക്കി എടുക്കുവാൻ വേണ്ടിയുള്ള അലച്ചിൽ അമ്മയ്ക്ക് നിസ്സാരമായി ഉടമ്പടി എടുത്തിട്ട് ഈ നാളുകളിൽ സാധിച്ചു കിട്ടിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സഹോദരിയുടെ കുടുംബത്തിൽ നിന്നുള്ള ഓഹരിയുടെ സ്ഥലം കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം, അതിനും ഇതുപോലെ ഒത്തിരി കുരുക്കുകളും പ്രയാസങ്ങളുമായിരുന്നു. അതും അമ്മയുടെ കരങ്ങളിലാണ് ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മ മാതാവ് അതും യാതൊരു ക്ലേശവുമില്ലാതെ നിസ്സാരമായിട്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അതും ചെയ്തെടുക്കുവാൻ, ആധാരം ചെയ്തെടുക്കുവാനുള്ള വഴി തുറന്നു കൊടുത്തതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഭൂമി സംബന്ധമായൊരു വിഷയത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തുമാത്രം നൂലാമാലകൾ നമുക്കതിനകത്തുണ്ടാകുമെന്ന്, എന്തുമാത്രം സമയനഷ്ടം നമുക്കതിന് ഉണ്ടാകുമെന്ന്. ചെറിയൊരു കാര്യത്തിന് പോലും ഒത്തിരി ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നമുക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഏറെ കുരുക്കുകളുള്ള ഒരു വിഷയമാണ് ഈ സഹോദരി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അത് ആ വില്ലേജ് ഓഫീസും രജിസ്റ്റർ ഓഫീസുമായി ഇങ്ങനെ കയറിയിറങ്ങി നടക്കുക. തണ്ടപ്പേരിലുള്ള വ്യത്യാസം പോലും സഹോദരി പറയുന്നുണ്ട്. ഒന്നും നിസ്സാരമല്ല. അത് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കറിയാം. അത് വളരെ കടുപ്പമുള്ളതും ഒരുപക്ഷെ 10 വർഷം വരെ 20 വർഷം വരെയൊക്കെ ഇതുമായി ഇങ്ങനെ പേപ്പറുമായി നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അമ്മയുടെ കരങ്ങളിൽ ഏത് ഭാരപ്പെട്ട വിഷയത്തെയും, എത്ര ഹൃദയഭാരമുള്ള വിഷയത്തെയും അമ്മ നിസ്സാരമായി അനുവദിച്ച് തരുന്ന വിധത്തിൽ കാര്യങ്ങളെ, വ്യക്തികളെ, സാഹചര്യങ്ങളെ ക്രമീകരിച്ച് തന്നുകൊണ്ട് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ എൽത്താരയിൽ പങ്കുവയ്ക്കുക. ഭാരങ്ങൾ കുറച്ചു കൊടുത്തു, നടക്കില്ലെന്ന് കരുതിയത് വേഗത്തിൽ നടത്തിക്കൊടുത്തു. അമ്മയുടെ പ്രാർത്ഥനയിൽ അമ്മ നൽകിയ ഒരു ഡേറ്റിട്ട് അതിനെ വിശ്വസിച്ച് ആദരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ അംഗീകരിച്ച് അനുഗ്രഹമാക്കി കുടുംബത്തിന് നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് ഹൃദയപൂർവ്വം നാം ജീവിക്കുന്നുവോ, വിശ്വസ്തതയിൽ നാം ജീവിക്കുന്നുവോ, നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെയും അമ്മയുടെ തിരുസന്നിധിയിൽ സ്വീകരിക്കപ്പെടും. നാം പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവും. നമുക്കത് നൽകിയാൽ കൂടുതൽ ദൈവനാമം മഹത്വപ്പെടുമെന്ന് അമ്മയ്ക്കറിയാവുന്നത് കൊണ്ട് അമ്മ നമുക്ക് കൂടെ നിന്ന് ഈശോയിൽ നിന്ന് വേണ്ട അനുഗ്രഹം നേടിത്തരും. സഹോദരി പറയുന്നുണ്ട്, 100 പേരെയെങ്കിലും ഉടമ്പടി എടുപ്പിക്കുവാനായിട്ട്, അതിലേറെ പേരെ അമ്മയുടെ തിരുനടയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ എളിയ ജീവിതം കൊണ്ട് ഞാൻ എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം. ദൈവം കൂടെ നിന്ന് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്നത്, കൃപാസന മാതാവ് നമ്മളെ സഹായിക്കുന്നത് എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുവാൻ ഭാഗ്യമുണ്ടാകും. അമ്മ വഴി ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.